ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. റെക്കോർഡ് തിരുത്തിയ ആത്മവിശ്വാസത്തിൽ വിപണികൾ. അമേരിക്കൻ വിപണികളിലെ കുതിപ്പ് തുണയായി. ഏഷ്യൻ വിപണികളും നേട്ടത്തിൽ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ജനുവരി മാർച്ച് പാദഫലങ്ങൾ വിപണിയെ സ്വാധീനിക്കും. റെക്കോർഡ് AC വിൽപ്പന നടത്തിയ വോൾട്ടാസ് ഓഹരികൾ 7% ഉയർന്നു. കേരള ഓഹരികളിൽ തിളങ്ങി ആസ്റ്ററും കൊച്ചിൻ ഷിപ്പ്യാർഡും. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിലെ അനിശ്ചിതത്വം ക്രൂഡ് വില കൂട്ടുന്നു. ബാരലിന് $90 മുകളിൽ വ്യാപാരം തുടങ്ങി. ഒപെക് രാജ്യാന്തര ഊർജ്ജ ഏജൻസികൾ പുറത്തുവിടാനിരിക്കുന്ന എണ്ണ ഡിമാൻഡ് വിവരങ്ങൾ നിർണായകം. എണ്ണവില കൂടുന്നതോടെ പൊതുവിലക്കയറ്റവും കൂടുമെന്ന ആശങ്കകൾ ശക്തം. മയക്കുമരുന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തമിഴ്നാട്ടിലെ 25 ED റെയ്ഡ്. DMK മുൻ പ്രവർത്തകനെതിരായ അന്വേഷണത്തിന്റെ ഭാഗം. PMLA കേസിന്റെ ഭാഗമായി അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സഹായത്തോടെ പരിശോധന നടക്കുന്നത് ചെന്നൈ, മധുരൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ. 2000 കോടിയിലധികം വിലമതിക്കുന്ന 3500 കിലോഗ്രാം സ്യൂഡോഫെഡ്രിൻ കടത്തിയ കേസിൽ മുൻ DMK പ്രവർത്തകൻ സാദിഖിനെ കഴിഞ്ഞ മാസം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിരുന്നു. വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് വിപണികൾ ഇന്ന് മിന്നിത്തിളങ്ങുകയാണ്. ഒരു മാസത്തിനിപ്പുറമാണ് 1000 പോയിന്റുകൾ സെൻസെക്സിൽ ഉയർന്നത്. അതേപോലെ തന്നെ 9 മാസങ്ങൾക്കിടെയാണ് 100 ലക്ഷം കോടി നിക്ഷേപകരുടെ ആസ്തിയിൽ വർധനമുണ്ടാക്കിക്കൊണ്ട് BSEയുടെ ആസ്തി മൂല്യം ഇന്നലെ 400 ദശലക്ഷം കോടിയായി മാറിയത്. അപ്പോൾ ഇവിടെ ദേശീയ ഓഹരി വിപണി നോക്കുകയാണെങ്കിൽ 22,721 എന്ന റെക്കോർഡ് നിലയിൽ തന്നെയാണ് വ്യാപാരം തുടങ്ങുന്നത്. 56 പോയിന്റ് ഉയർന്നാണ്. പതിവില്ലാതെ ബാങ്കിംഗ്, ധനകാര്യ ഓഹരികളും വലിയ നേട്ടത്തിലാണ്. ബാങ്കിംഗ് ഓഹരികൾ റെക്കോർഡ് നിലവാരത്തിലാണ്. ഈ ബാങ്ക് ഓഹരികളൊക്കെ വാങ്ങിയവർക്ക് വലിയ നേട്ടമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ 200 പോയിന്റ് ഉയർന്ന് 74,977 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 75,000 എന്ന പോയിന്റ് ക്രോസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റെക്കോർഡ് നിലയിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 80 രൂപ പവന് കൂടി 52,600 രൂപ എന്ന നിലയിൽ സ്വർണ്ണവില എത്തി നിൽക്കുന്നു. ഒരു പവൻ സ്വർണ്ണാഭരണ രൂപത്തിൽ ഒരു മാലയോ വളയോ ഒക്കെ വാങ്ങണമെങ്കിൽ 60,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അത്രയധികമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന വർധന. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അമേരിക്ക പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള വാർത്തകളുമൊക്കെ നിക്ഷേപകരെ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് മാറാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും സ്വർണം വാങ്ങിക്കുന്നവർക്കൊരു തിരിച്ചടിയാണെങ്കിൽ പണ്ട് സ്വർണം വാങ്ങിച്ചു വെച്ചവർക്കും സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർക്കും നല്ല കാലമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വില കയറ്റം കുറച്ചുനാൾ കൂടി തുടരും. എന്തായാലും ഇന്നത്തെ വിപണി അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ. വെരി ഗുഡ് മോർണിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും റെക്കോർഡ് കടന്നിരിക്കുന്നു, 75,000 കടന്നിരിക്കുന്നു വിപണി. നിക്ഷേപകരുടെ പണത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇതൊരു ഡ്രീം റൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. വളരെ ഓരോ ദിവസവും പുതിയ പുതിയ ഉയരങ്ങളിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഇലക്ഷൻ വരുന്നു. ഇന്ത്യയിലെ ഇലക്ഷനെ സംബന്ധിച്ച് പൊതുവെ മാർക്കറ്റിന്റെ ഒരു വ്യൂ, ഒരു പോളിസി കണ്ടിന്യൂറ്റി ഉണ്ടാകും. ഇപ്പോഴുള്ള ഗവൺമെന്റിന് തന്നെ പിന്നീട് മജോറിറ്റി കിട്ടുമെന്നുള്ളൊരു വ്യൂ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയാനുള്ള ചാൻസ്, ഇന്ത്യ ഒരു നല്ല പെർഫോമിംഗ് എക്കണോമി എന്നുള്ള ഒരു സിറ്റുവേഷൻ, മറ്റ് അസറ്റ് ക്ലാസുകൾ, ബോണ്ടുകളിൽ നിന്ന് പണം ഇക്വിറ്റിയിലേക്കും ഗോൾഡിലേക്കും കമ്മോഡിറ്റീസിലേക്കും ഒക്കെ ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ, ഇതെല്ലാം ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവൽ ഇപ്പൊ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ കൊണ്ട് ഈ വീക്ക്ലി എക്സ്പയറി നടക്കുകയാണ്. വ്യാഴാഴ്ച ട്രേഡിംഗ് ഹോളിഡേ ആണ്. പിന്നെ വെള്ളിയാഴ്ച TCSന്റെ റിസൾട്ട് വരും. അതോടുകൂടി പിന്നെ മറ്റു വലിയ കമ്പനികളുടെ റിസൾട്ടുകൾ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് പൊതുവെ ബോയിന്റ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള ചാൻസ് ആണ് ഇനി ഉള്ളത്. എന്നാലും കുറച്ചൊരു കോഷ്യസ് ആയ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റാലി എൻജോയ് ചെയ്യാം. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് എന്തായാലും റെക്കോർഡ് കുറിച്ച് മുന്നേറുകയാണ്.